മാവൂരിലെ കടകളിൽ വീണ്ടും മോഷണം. മൊബൈൽ ഷോപ്പുകളിൽ നിന്ന് ഫോണും പണവുമാണ് മോഷണം പോയത്. സമീപത്തെ CCTV ദൃശ്യങ്ങളിൽ മോഷ്ടാവിന്റെ ദൃശ്യം പതിഞ്ഞിട്ടുണ്ട്. അതേസമയം മാവൂർ കേന്ദ്രീകരിച്ചുള്ള കടകളിൽ മോഷണം പതിവായതോടെ ആശങ്കയിലാണ് വ്യാപാരികൾ. ചൊവ്വാഴ്ച രാവിലെ അങ്ങാടിയിലെത്തിയവരാണ് കടകളുടെ ഷട്ടറിന്റെ പൂട്ട് പൊളിച്ച നിലയിൽ കണ്ടെത്തിയത്. ഉടൻ തന്നെ കട ഉടമയെ വിവരം അറിയിക്കുകയായിരുന്നു. തുടർന്ന് ഉടമ സ്ഥലത്തെത്തി നടത്തിയ പരിശോധനയിലാണ് കടയിൽ മോഷണം നടന്നതായി കണ്ടെത്തുന്നത്. മാവൂർ ബസ് സ്റ്റാൻഡിന് സമീപത്തെ 2 കടകളിലാണ് മോഷണം നടന്നത്. ബസ് സ്റ്റാൻഡിന് പുറകുവശത്തുള്ള സ്റ്റുഡൻസ് കോർണർ, NK മൊബൈൽസ് എന്നീ കടകളിലാണ് മോഷണം നടന്നത്. മൊബൈൽ ഫോണും പണവും മോഷണം പോയതായാണ് പ്രാഥമിക വിവരം. കൂടുതൽ പരിശോധനയ്ക്ക് ശേഷമേ നഷ്ടത്തിന്റെ കണക്ക് വ്യക്തമാവുകയുള്ളൂ എന്ന് ഉടമ വ്യക്തമാക്കി. തൊട്ടടുത്തൊരു മൊബൈൽ ഷോപ്പും പൊളിച്ചിട്ടുണ്ട്. പിന്നെ അപ്പം ഇതൊരു സ്ഥിര സംഭവമായി മാറിയിട്ടുണ്ട് ഈ ഏരിയയിൽ. ഇനി ഇതേമാതിരി സ്ഥലത്ത് ഇവിടെ നടക്കാൻ പാടില്ല, ഇവിടെയെന്നല്ല എവിടെയും നടക്കാൻ പാടില്ല. അപ്പോൾ അതുകൊണ്ട് അതിനായിട്ടുള്ളൊരു നല്ലൊരു നടപടി സ്വീകരിക്കണം. പിന്നെ ഇവരെ ഭാഗത്തു നിന്ന് പോലീസാണെങ്കിലും വ്യാപാരി വ്യവസായിയൊക്കെ ഇടപെട്ടിട്ടുണ്ട്. ഇതൊരു സ്ഥിര സംഭവമായി മാറിയാണ്. ഇനി ഇത് ആവർത്തിക്കാതിരിക്കാനുള്ള എന്താ വേണ്ടത് വെച്ചാൽ അതിനനുസരിച്ചുള്ള മുൻകരുതൽ എടുക്കാൻ നിർബന്ധമാണ്. ഒരു CCTV ഉണ്ടായിരുന്നു, അത് ഒരു ഫ്ലക്സ് ഉപയോഗിച്ച് മറച്ചിട്ടുണ്ട്. വേറെ കടൻ്റെ അകത്തുള്ളൊരു CCTV ആണെങ്കിൽ അത് തല്ലി പൊട്ടിച്ച് കൊണ്ടുപോയിട്ടുമുണ്ട്. സംഭവത്തിന് പിന്നാലെ മാവൂർ പോലീസിൽ വിവരം അറിയിച്ചു. തുടർന്ന് പോലീസ് സ്ഥലത്തെത്തി പ്രാഥമിക പരിശോധനകൾ നടത്തി. വിരലടയാള വിദഗ്ധരും ഡോഗ് സ്ക്വാഡും സ്ഥലത്തെത്തി പരിശോധന നടത്തി വരികയാണ്. അതേസമയം കടകളിൽ നിന്നും ശേഖരിച്ച CCTV ദൃശ്യങ്ങളിൽ മോഷ്ടാവിന്റെ ദൃശ്യങ്ങൾ പതിഞ്ഞിട്ടുണ്ട്. പുലർച്ചെ 2:15 മോഷണം നടന്നിരിക്കുന്നതെന്ന് പരിശോധനയിൽ നിന്നും വ്യക്തമായിട്ടുണ്ട്. മുഖംമൂടി ധരിച്ചതിനാൽ ആളെ തിരിച്ചറിയാൻ സാധിച്ചിട്ടില്ല. ലഭിക്കുന്ന വിവരങ്ങളുടെ അടിസ്ഥാനത്തിൽ അന്വേഷണം ഊർജിതമാക്കാനാണ് പോലീസിന്റെ തീരുമാനം. അതേസമയം മാവൂർ കേന്ദ്രീകരിച്ച് കടകളിൽ മോഷണം സ്ഥിര സംഭവമായതോടെ വലിയ ആശങ്കയിലാണ് വ്യാപാരികൾ. മാസങ്ങൾക്ക് മുമ്പ് സമീപത്തെ ജ്വല്ലറിയിലും മോഷണം നടന്നിരുന്നു. ഇതിന് പിന്നിലെ മോഷ്ടാവിനെ അതിവേഗം പിടികൂടാൻ പോലീസിന് സാധിച്ചിട്ടുണ്ട്. ന്യൂസ് ബ്യൂറോ, മാവൂർ.